Smile double okay. Smile please. Did you smile today? ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. വിശ്വാസത്തിന്റെ 36 വർഷങ്ങൾ. യഥാർത്ഥ ഓഫറുകളുടെ മെഗാ ഷോപ്പിംഗ് ഫെസ്റ്റ് ജനുവരി 24 മുതൽ 31 വരെ. പിട്ടാപ്പിള്ളി ലെഗസി ഫെസ്റ്റ്. ഓഫേഴ്സിൽ ഇത് ബെസ്റ്റ്. ചേച്ചി പാല് എന്തിനാ എക്സ്ട്രാ? ആരും വരുന്നുണ്ടല്ലേ? ഇല്ലല്ലോ. ഞാൻ എന്നേരും തരില്ല. ആരോ വരുന്നുണ്ടല്ലേ? ഇല്ല. വാവ്, വീട് നല്ല വൃത്തിയുള്ളതും സുഗന്ധപൂരിതവുമാണല്ലോ. ആരെങ്കിലും വരുന്നുണ്ടോ? ഓ, ഗസ്റ്റ് ഒന്നുമല്ല, വന്നിരിക്കുന്നത് എന്റെ ലൈസോൾ ആണ്. ഇത് ഫിനൈലിനെ അപേക്ഷിച്ച് 3-1 മതി. 6 മണിക്കൂർ വീടിന് സുഗന്ധവും 10 മടങ്ങ് കൂടുതൽ വൃത്തിയും നൽകും. അതിനാൽ എപ്പോഴും ആരോ വിരുന്ന് വരുന്ന വീട് പോലെ തോന്നിക്കും. ഇന്നത്തെ ഓരോ വധുവിന്റെ അഭിരുചിയും ആത്മവിശ്വാസവും പ്രതിഫലിക്കുന്ന അതുല്യ ആഭരണങ്ങൾ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സെലിബ്രേറ്റ്സ് ദ ബ്രൈഡ്സ് ഓഫ് ഇന്ത്യ. ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട ഒരു പുതിയ വാർത്ത ഞങ്ങൾ പുറത്തുവിടുകയാണ്. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ 2025 പാളികൾ കൊണ്ടുപോയതിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ ആലോചന. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണ് സ്വർണ്ണപ്പാളികൾ അന്ന് കൈമാറിയത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്തിൻ്റെ കാലത്താണ് പ്രശാന്ത് നേതൃത്വം നൽകിയ ഭരണസമിതിയാണ് അനുമതി നൽകിയത്. ഒരു അന്വേഷണവുമില്ലാതെ പാളികൾ കൊടുത്തയച്ചതിൽ ദുരൂഹതയുണ്ട് എന്നാണ് SITയുടെ കണ്ടെത്തൽ. കേസ് രജിസ്റ്റർ ചെയ്താൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. വിവരങ്ങളുമായി രാജീവ് ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന്. രാജീവ്, വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇത്. നേരത്തെ തന്നെ പ്രശാന്ത് സംശയ ദൃഷ്ടിയിലായിരുന്നു. പ്രശാന്തിനെ 2 തവണയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ചോദ്യം ചെയ്തത്. ഇപ്പോൾ നോക്കൂ, നിലവിൽ 2 കേസുകളാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുന്നത്. സ്വർണ്ണപ്പാളി, അതുപോലെ വാതിൽപ്പാളി, അതുപോലെ കട്ടിളപ്പാളി. ഈ കേസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് മറ്റ് പലതും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇപ്പോഴിതാ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് പ്രശാന്ത് ഇരുന്ന സമയത്തും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സമാനമായ രീതിയിൽ പത്മകുമാർ പ്രസിഡന്റായിരുന്ന കാലത്ത് എന്നതുപോലെ തന്നെ ഈ പാളികൾ കൈമാറാനുള്ള ഒരു ശ്രമം നടന്നു. ഇതും ഒരു തട്ടിപ്പിൻ്റെ ഭാഗമായിട്ടാണ് SITയുടെ നിഗമനം. പ്രശാന്തിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് വല്ലതും SITക്ക് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് വല്ല തെളിവുകളും ലഭിച്ചോ? അല്ലനമ്പ്യാർ, ഈ ഭാരതത്തിലെ തന്നെ ഏറ്റവും വലിയ സ്വർണ്ണ കവർച്ചയിൽ പ്രധാനമായും അതിലേക്ക് എത്തിയ ഘടകമെന്ന് പറയുന്നത് 2025 ദ്വാരപാലക ശില്പത്തിലെ ഈ സ്വർണ്ണപ്പാളികൾ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടുന്നതാണ്. അന്ന് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറെ പോലും അറിയിക്കാതെ കൊടുത്തുവിടുന്നു. ഇതിൽ ദുരൂഹതയുണ്ട് എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നു. ഇതിന് പിന്നാലെയാണ് നിലവിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നതും ഈ അന്വേഷണങ്ങളിലേക്ക് എത്തുന്നതും. 2019 അതുപോലെ 2018 മുതൽ നടന്ന ഗൂഢാലോചനയുടെയും ഒക്കെ തെളിവുകൾ പുറത്തേക്ക് വരുന്നു. 2019 ആദ്യം കട്ടിളപ്പാളികൾ കൊണ്ടുപോകുന്നു, പിന്നീട് ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നു. ഇത് രണ്ടും കൊടുത്തുവിടുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശമാണ്. ഇതിനുശേഷമാണ് ഈ ഗൂഢാലോചനയുടെ ഭാഗമായി തന്നെ 2024 പിന്നീട് ഈ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം മാറി ചെമ്പ് തെളിയുന്നു എന്ന കണ്ടെത്തലിനെ തുടർന്ന് അതിൽ വീണ്ടും സ്വർണം പൂശാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു. 2025 ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ വീണ്ടും കൊടുത്തുവിടുകയാണ്. ഈ സ്വർണ്ണപ്പാളികൾ എന്ന് നമുക്ക് ആധികാരികമായി ഇപ്പോൾ പറയാൻ കഴിയില്ല. കാരണം അതിൽ സ്വർണം ഇല്ല, സ്വർണം പൂശിയ പാളികളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം 2025 വീണ്ടും കൊടുത്തുവിടുന്നത്. അതായത് 2019 മുതൽ ഇങ്ങോട്ട് വലിയ ഗൂഢാലോചന ഈ വിഷയത്തിൽ നടന്നിരുന്നു എന്ന് ഹൈക്കോടതി ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചിരുന്നു. 2025 ദേവസ്വം ഭരണസമിതിക്ക് ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല എന്നും ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു. മാത്രമല്ല, ഈ സംഭവത്തിന് ആധികാരികമായ സംഭവം നടന്നത് 2025 അതിൽ ഇതുവരെ FIR രജിസ്റ്റർ ചെയ്തിരുന്നില്ല. 2019 കട്ടിളപ്പാളികൾ കൊണ്ടുപോയത് 2019 മാർച്ചിൽ കട്ടിളപ്പാളികൾ കൊണ്ടുപോകുന്നു. 2019 ജൂലൈയിൽ
ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നു. ഈ 2 സ്വർണ്ണപ്പാളികളിൽ നിന്നും സ്വർണം വേർതിരിച്ചെടുത്ത ശേഷമാണ് ഈ ചെമ്പിൽ സ്വർണം പൂശിക്കൊണ്ട് തിരികെ പാളികൾ അവിടേക്ക് എത്തിക്കുന്നതും അത് സ്ഥാപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് അന്നത്തെ ദേവസ്വം ഭരണസമിതി പ്രസിഡന്റായിരുന്ന പത്മകുമാർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും അഴിക്കുള്ളിൽ തുടരുന്നത്, എൻ വാസു ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും അഴിക്കുള്ളിൽ തുടരുന്നത്. അതേ സാഹചര്യം തന്നെയാണ് 2025-ലും നിലനിൽക്കുന്നത്. കാരണം 2024-ൽ ഈ ചെമ്പ് തെളിയുമ്പോൾ അത് വീണ്ടും സ്വർണം പൂശണമെന്ന ആവശ്യം വരുന്നു. അതിൻ്റെ ഭാഗമായി സ്മാർട്ട് ക്രിയേഷൻസിന് കത്തയക്കുന്നു. സ്മാർട്ട് ക്രിയേഷൻസ് തിരികെ അയക്കുന്ന കത്ത് 2024-ൽ തന്നെ സ്മാർട്ട് ക്രിയേഷൻസ് തിരികെ ഒരു കത്തയക്കുന്നുണ്ട്. ഈ കത്തിലാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഈ പാളികൾ കൊടുത്തുവിടാവുന്നതാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്മാർട്ട് ക്രിയേഷൻസ് കത്തയക്കുമ്പോൾ അതിനെ ദേവസ്വം ഭരണസമിതി എതിർക്കുന്നില്ല എന്ന് മാത്രമല്ല ആ തീരുമാനത്തോട് യോജിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഇത് കൊടുത്തുവിടുന്നു. അതിൽ വലിയൊരു ദുരൂഹത നിലനിൽക്കുകയാണ്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു തട്ടിപ്പുകാരനാണ് എന്ന് ചില കാര്യങ്ങൾ ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ ബോർഡിനെ അറിയാമായിരുന്നു എന്ന ചില സൂചനകൾ SITക്ക് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി PS പ്രശാന്തിന് വളരെ അടുത്ത ബന്ധമുണ്ട് എന്നതിൻ്റെ ചില തെളിവുകൾ കൂടി അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് 3 തവണ PS പ്രശാന്തിനെ ചോദ്യം ചെയ്തിരിക്കുന്നത്. ആദ്യം 2 തവണ ചോദ്യം ചെയ്യുന്നു, പിന്നീട് കഴിഞ്ഞ ശനിയാഴ്ച വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് കടന്നതും ഇതിൻ്റെ ഭാഗമായാണ്. കൃത്യമായൊരു ഗൂഢാലോചന വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഇത് കൊടുത്തുവിടാൻ നടന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിൻ്റെ ഭാഗമായാണ് 2025-ൽ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതിലും ഈ അന്വേഷണം നടക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്വർണ്ണപ്പാളികൾ എന്ന നിലവിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് മാത്രം പറയുന്നതാണ്, സ്വർണ്ണപ്പാളികളല്ല. രാജീവ്, പക്ഷേ പ്രശാന്ത് നൽകുന്ന വിശദീകരണം, അതായത് ഇതിൽ സംശയിക്കേണ്ടതായിട്ട് ഒന്നുമില്ല, സുതാര്യമായ രീതിയിലാണ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഉണ്ടായത്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിയോഗിക്കപ്പെട്ടതാണ് ഈ ദൗത്യം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രശാന്ത് നേതൃത്വം നൽകിയ ഭരണസമിതിയും ഈ കട്ടിളപ്പാളി അത് നവീകരണത്തിനായി അറ്റകുറ്റപ്പണിക്കായിട്ട് കൊടുത്തയച്ചത് എന്നാണല്ലോ പറയുന്നത്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു തട്ടിപ്പുകാരനാണ് എന്ന് അറിയാതെയാണ് ഇത്തരത്തിൽ വീണ്ടും കൈമാറിയത് എന്നൊരു വിശദീകരണമാണ് പ്രശാന്ത് ഈ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം നൽകുന്നത്. അല്ലമ്പേർ, അതിലെയാണ് ചില പൊരുത്തക്കേടുകൾ ഉള്ളത്. അതായത് 2019-ൽ ഈ സ്വർണം പൊതിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഈ അറ്റകുറ്റപ്പണി നടത്തി കൊണ്ടുവരുന്ന ഈ പാളികളിൽ വീണ്ടും 2024 ആകുമ്പോൾ ചെമ്പ് തെളിയുന്നു. ഈ ചെമ്പ് തെളിയുന്ന ഘട്ടത്തിലാണ് വീണ്ടും ഇതിൽ സ്വർണം പൂശണമെന്ന ആവശ്യം വരുന്നത്. ആ സമയത്ത് എന്തുകൊണ്ട് ദേവസ്വത്തിൻ്റെ രേഖകൾ പരിശോധിച്ചില്ല? 1998-ൽ UB ഗ്രൂപ്പ് ഇതിൽ സ്വർണം പൊതിഞ്ഞിരുന്നു എന്നതിൻ്റെ കൃത്യമായ തെളിവുകൾ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഇപ്പോഴുമുണ്ട്. എന്തുകൊണ്ട് വിശദമായി അതിലൊരു പരിശോധന നടത്തിയില്ല? മാത്രമല്ല ഈ സ്മാർട്ട് ക്രിയേഷൻസിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർ എന്ന നിലയിൽ കൊണ്ടെത്തിച്ച് ഇതിൽ സ്വർണം പൂശിക്കൊണ്ട് തിരിച്ചെത്തിക്കുന്നത്. അതിനുശേഷം ദേവസ്വം ബോർഡ് കത്തയക്കുന്നത് സ്മാർട്ട് ക്രിയേഷൻസിനാണ്. സ്മാർട്ട് ക്രിയേഷൻസ് ഇതിൽ വീണ്ടും സ്വർണം പൂശി തിരികെ നൽകണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടണമെന്ന ആവശ്യം സ്മാർട്ട് ക്രിയേഷൻസ് മുന്നോട്ട് വെക്കുന്നു. അപ്പോൾ പോലും ഇതിൽ എന്തുകൊണ്ട് വളരെ കൃത്യമായൊരു പരിശോധന നടന്നിട്ടില്ല എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. അതിലുമൊക്കെ അപ്പുറത്തേക്ക് ദുരൂഹതയായി നിലനിൽക്കുന്നത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറെ പോലും അറിയിക്കാതെ ഈ പാളികൾ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. ചെന്നൈയിലേക്ക് പാളികൾ എത്തിക്കുന്നു. അതിനുശേഷം ഇതിൽ സ്വർണം പൂശുന്നതിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങുന്നു. ഈ ഘട്ടത്തിലാണ് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഹൈക്കോടതി വളരെ കൃത്യമായി ആരെ അറിയിച്ചിട്ടാണ് ഇത് കൊണ്ടുപോയത്, ഇത്തരത്തിൽ ദുരൂഹമായ ഇടപാടുകൾ എങ്ങനെ നടന്നു എന്ന് ചോദ്യം ചോദിക്കുമ്പോൾ പോലും ഭരണസമിതിക്ക് കൃത്യമായ ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല. ഒടുവിൽ പ്രശാന്ത് തന്നെ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഹൈക്കോടതിയിൽ ക്ഷമ പറയുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ക്ഷമ പറഞ്ഞതുകൊണ്ട് മാത്രം ഇത്തരം കാര്യങ്ങൾ അവസാനിക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനമായി വരുന്നൊരു ചോദ്യം. അങ്ങനെയെങ്കിൽ 2019-ലെ ഭരണസമിതിക്കും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ ന്യായങ്ങൾ പറയാൻ കഴിയും. പക്ഷേ ആ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് ഹൈക്കോടതി തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. 2025-ലും സമാനമായ കുറ്റകൃത്യം തന്നെയാണ് നടന്നിരിക്കുന്നത്. യാതൊരു പരിശോധനകളും കൂടാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം തന്നെ ശബരിമലയിലെ പരിപാവനമായൊരു വസ്തുക്കൾ കൊടുത്തുവിടുന്നു. അതിൽ യാതൊരു തരത്തിലുള്ള അന്വേഷണങ്ങളും നടക്കുന്നില്ല. മാത്രമല്ല 2025-ൽ ഈ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഇത്തരത്തിൽ റിപ്പോർട്ട് നൽകിയില്ലെങ്കിൽ പിന്നീട് അവിടെ നിന്ന് കട്ടളപ്പാളികളും മറ്റു കാര്യങ്ങളുമൊക്കെ ഇതേപോലെ കൊണ്ടുപോവുകയായിരുന്നെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു എതിർവാദം പോലും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമായിരുന്നില്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്നതും ഹൈക്കോടതി തന്നെയാണ്. ഇത്തരത്തിലുള്ള വസ്തുതകളൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്ത് FIR രജിസ്റ്റർ ചെയ്ത് തന്നെ മുന്നോട്ട് പോകാനുള്ളൊരു നീക്കത്തിലേക്ക് SIT എത്തുന്നത്. അതിന് പിന്നിൽ മറ്റൊരു ഘടകം കൂടിയുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി നിലവിൽ ജയിൽ മോചിതനാകാനുള്ളൊരു സാഹചര്യം വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും പ്രാഥമിക കുറ്റപത്രം പോലും സമർപ്പിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഹൈക്കോടതിയിൽ നിന്ന് വന്ന വിമർശനം.
എന്തുകൊണ്ടാണ് ഒരു കുറ്റപത്രം പോലും സമർപ്പിക്കാൻ ഇതുവരെ SIT കഴിയാതിരുന്നത് എന്ന വളരെ നിർണായകമായ ഒരു ചോദ്യം ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നു. ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റി കൂടി ജയിൽ മോചിതനാകുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് SIT വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. 2025 ഈ കേസിൽ കൂടി FIR രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടാകും, വീണ്ടും റിമാൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ടാകും, കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാകും. അതുതന്നെയാണ് SIT മുന്നിൽ കാണുന്നത്. പക്ഷേ അവിടെ SIT മുന്നിൽ വെല്ലുവിളിയായുള്ളത് നമുക്കറിയാം, പഴയ കോൺഗ്രസ്സുകാരനാണ് PS പ്രശാന്ത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് PS പ്രശാന്ത് മറുകണ്ഠം ചാടി LDFിലേക്ക് CPMലേക്ക് എത്തുന്നത്. അതിനുശേഷം വളരെ നിർണായകമായ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം PS പ്രശാന്തിന് നൽകുകയായിരുന്നു. ആ രീതിയിൽ മുഖ്യമന്ത്രിയുമായി വളരെ അടുപ്പം പുലർത്തുന്ന ഒരു വ്യക്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് SIT കടക്കുകയാണെങ്കിൽ സർക്കാരിന് വീണ്ടും അത് വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും നമുക്കറിയാം, തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ടു മുൻപാണ് സർക്കാരിന് ഏറ്റവും പ്രിയപ്പെട്ട N വാസു, അതുപോലെ തന്നെ CPM നേതാവായ പത്മകുമാർ ഉൾപ്പെടെയുള്ളവർ അഴിക്കുള്ളിലാകുന്ന സാഹചര്യമുണ്ടായത്. അത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി CPMന് സമ്മാനിച്ചു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി വരാനിരിക്കുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പാണ്. ആ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് PS പ്രശാന്ത് കൂടി അഴിക്കുള്ളിലേക്ക് പോവുകയാണെങ്കിൽ സർക്കാരിൻ്റെ അല്ലെങ്കിൽ CPMന്റെ വാദങ്ങളൊക്കെ പൊളിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ ഗൃഹസന്ദർശനം നടത്തിക്കൊണ്ട് തങ്ങൾക്കല്ല ഇതിലൊക്കെ പങ്കുള്ളത്, സോണിയാഗാന്ധിക്കാണ് അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഇതിൽ പങ്കുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അടൂർ പ്രകാശിന് പങ്കുണ്ടെന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗൃഹപ്രവേശനത്തിൻ്റെ തിരക്കിലാണ് CPM ഇപ്പോഴുള്ളത്. ഇതിനിടെയാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് SIT കടക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. കാരണം ഹൈക്കോടതി ഇതിൽ വീണ്ടും ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ട് 2025 ഈ സംഭവത്തിൽ നിങ്ങൾ FIR രജിസ്റ്റർ ചെയ്യുന്നില്ല എന്ന് ചോദിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല, അതിൽ ആധികാരികമായി ചില നിലപാടുകൾ ഉറപ്പിച്ചുകൊണ്ടാണ് ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചതും ഈ സ്വർണ്ണക്കവർച്ചയെക്കുറിച്ച് ആധികാരികമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടതും. അതിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ 2019 മാത്രം അന്വേഷിച്ചാൽ പോരാ, 2025 അന്വേഷണം എത്തേണ്ടതായ സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അല്ലമ്പ്യാർ. യെസ്, PS പ്രശാന്തിൻ്റേത് തീർത്തും നിഷ്കളങ്കമായ നടപടിക്രമമാണോ അതോ പോറ്റി തട്ടിപ്പുകാരനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും വെട്ടിപ്പിന് പ്രശാന്ത് കൂട്ടുനിൽക്കുകയായിരുന്നോ? SIT ആണ് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടത്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ 2025 പാളികൾ കൊണ്ടുപോയതിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ ആലോചന. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണ് സ്വർണ്ണപ്പാളികൾ അന്ന് കൈമാറിയത്. PS പ്രശാന്ത് പ്രസിഡന്റായിരുന്ന ഭരണസമിതിയാണ് അനുമതി നൽകിയത്. ഒരന്വേഷണവുമില്ലാതെ പാളികൾ കൊടുത്തയച്ചതിൽ ദുരൂഹതയുണ്ട് എന്നാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. കേസ് രജിസ്റ്റർ ചെയ്താൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പ്രശാന്തിൻ്റെ അറസ്റ്റ് അത് അനിവാര്യമായി വരും. R രാജീവാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്. മറ്റ് വാർത്തകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള. ആര് വരുന്നു? ലീക്കേജ് അസുരൻ ഇപ്പൊ ശരിയാക്കി തരാം ബോസ്. പണി തുടങ്ങട്ടെ. ഇൻഡിഗോ പ്രൊട്ടക്ട് പ്ലസ് കംപ്ലീറ്റ് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻ. ലീക്കേജിനെ ഇനി ലോക്ക് ചെയ്യൂ. എന്ത് വൃത്തിയാക്കാനുള്ള പ്ലാനാണ്? ടോയ്ലറ്റ്. പക്ഷെ ഡിറ്റർജന്റ് കൊണ്ട് വസ്ത്രങ്ങളല്ലേ കഴുകുക? അങ്ങനെയല്ല, ടോയ്ലറ്റും വൃത്തിയാക്കാം. എന്നിട്ടും മഞ്ഞപ്പ്. ഇനി പുതിയതുപോലുള്ള വെണ്മ ഉണ്ടാകുമോ? ഹാർപ്പിക് ഉണ്ടല്ലോ. ഇതിന്റെ കട്ടിയുള്ള ഫോർമുല ഡിറ്റർജന്റിനെ അപേക്ഷിച്ച് കടുത്ത കറകളെ 10 മടങ്ങ് നന്നായി വൃത്തിയാക്കും. മഞ്ഞപ്പ് മാറും, ഒപ്പം നല്ല സുഗന്ധവും. പുതിയതുപോലുള്ള ടോയ്ലറ്റിനായി ഹാർപ്പിക് ഉണ്ടല്ലോ. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. 24 മുതൽ 31 വരെ പെട്ടാപ്പിള്ളി ലെഗസി ഫെസ്റ്റ് ഓഫേഴ്സിൽ ഇത് ബെസ്റ്റ്. ചേച്ചി പാല്. എന്തിനാ എക്സ്ട്രാ? ആരും വരുന്നുണ്ടല്ലേ? ഇല്ലല്ലോ. മമ്മ, ഞാൻ എന്നേരും തരില്ല. ആരോ വരുന്നുണ്ടല്ലേ? ഇല്ല. വാവ്, വീട് നല്ല വൃത്തിയുള്ളതും സുഗന്ധപൂരിതവുമാണല്ലോ. ആരെങ്കിലും വരുന്നുണ്ടോ? ഓ, ഗസ്റ്റ് ഒന്നുമല്ല, വന്നിരിക്കുന്നത് എന്റെ ലൈസോൾ ആണ്. ഇത് ഫിനൈലിനെ അപേക്ഷിച്ച് 1/3 മതി. 6 മണിക്കൂർ വീടിന് സുഗന്ധവും 10 മടങ്ങ് കൂടുതൽ വൃത്തിയും നൽകും. അതിനാൽ എപ്പോഴും ആരോ വിരുന്നു വരുന്ന വീട് പോലെ തോന്നിക്കും. വയനാട് അനധികൃത